നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ജാതകവും അതിലെ അനുഭവങ്ങളും സ്ത്രീക്കും പുരുഷനും ഒരേപോലെയാണെങ്കിലും സ്ത്രീ ജാതകത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതിനാൽ സ്ത്രീ ജാതകത്തെ ചില വിഷയങ്ങളിൽ പ്രത്യേകമായി പരിഗണിക്കുന്നു. സ്ത്രീ ജാതകത്തിലുള്ള ചില നല്ല യോഗങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീയല്ല, നേരെ മറിച്ച് ഭർത്താവായിരിക്കും. സ്ത്രീക്ക് സ്വന്തം ജാതകത്തിലെ ഈ യോഗങ്ങളുടെ ശുഭഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ല എന്ന് സാരം. അവയെല്ലാം അനുഭവിക്കാനുള്ള യോഗം ആ സ്ത്രീയെ വിവാഹം ചെയ്യുന്ന പുരുഷനായിരിക്കും. ആ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന പുരുഷൻ മുഖേന ഈ യോഗങ്ങളുടെ ഗുണഫലങ്ങൾ സ്ത്രീക്കും അനുഭവിക്കാനുള്ള യോഗമുണ്ടാവും. അല്ലാതെ സ്ത്രീക്ക് നേരിട്ട് കിട്ടുകയില്ല. ഉദാഹരണമായി പറഞ്ഞാൽ, പഞ്ചമഹാപുരുഷ യോഗങ്ങളായ ഹംസയോഗം, മാളവ്യയോഗം, ഭദ്രയോഗം, രുചകയോഗം, ശശയോഗം എന്നീ 5 മഹാപുരുഷയോഗങ്ങളുടെയും ശുഭഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് ആ സ്ത്രീയെ വിവാഹം ചെയ്യുന്ന പുരുഷനായിരിക്കും. കാരണം ഇവ പുരുഷ യോഗങ്ങളാണ്. ഈ യോഗങ്ങളുടെ ഉത്കൃഷ്ട ഫലങ്ങൾ പുരുഷന്മാർക്ക് മാത്രമേ അനുഭവവേദ്യമായി തീരുകയുള്ളൂ. സ്ത്രീക്ക് ഈ ഫലങ്ങൾ നേരിട്ട് കിട്ടുകയില്ല. പല സ്ത്രീകളുടെയും ജാതകങ്ങളിൽ ഈ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ കാണാമെങ്കിലും അവയുടെ ഗുണഫലങ്ങൾ പ്രത്യക്ഷമാകുന്നത് ആ സ്ത്രീയുടെ വിവാഹശേഷം ഭർത്താവിനായിരിക്കും. ഇതേപോലെ തന്നെ സ്ത്രീ ജാതകത്തിലുള്ള ചില അശുഭ യോഗങ്ങളുടെ ഫലങ്ങളും ഭർത്താവിന് അനുഭവിക്കേണ്ടി വരുന്നതായി കാണാം. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഭർത്താവിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന സ്ത്രീ ജാതകത്തിലുള്ള ഒരു പ്രത്യേക യോഗത്തെക്കുറിച്ചാണ്. ഈ യോഗമുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം 1-2 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ ആദ്യത്തെ കാര്യം ഭാവാധിപനെക്കുറിച്ചാണ്. ഒരു ജാതകത്തിൽ 12 ഭാവങ്ങളാണുള്ളത്. ഏത് രാശി ഉദിച്ചു നിൽക്കുമ്പോഴാണോ നമ്മൾ ജനിക്കുന്നത്, ആ രാശിയെ ലഗ്നഭാവം അഥവാ 1-ാം ഭാവം എന്ന് പറയുന്നു. ആ രാശിയുടെ അധിപഗ്രഹത്തെ ലഗ്നാധിപൻ അല്ലെങ്കിൽ 1-ാം ഭാവാധിപൻ എന്ന് പറയുന്നു. ജാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവമാണ് ലഗ്നഭാവവും അതിൻ്റെ അധിപഗ്രഹവും. ഇപ്പോൾ ഒരാൾ ജനിക്കുന്ന സമയം മേടം രാശിയാണ് ഉദിച്ചു നിൽക്കുന്നതെങ്കിൽ ലഗ്നരാശി മേടം രാശിയായിരിക്കും. മേടം രാശിയുടെ അധിപനായ ചൊവ്വ ആയിരിക്കും ആ ജാതകൻ്റെ ലഗ്നാധിപനായ ഗ്രഹം. ജാതകത്തിലെ മറ്റ് ഭാവങ്ങളുടെയെല്ലാം അടിസ്ഥാനം ലഗ്നഭാവമാണ്. ഈ ലഗ്നഭാവത്തെയും ഭാവാധിപനെയും കൊണ്ട് നമ്മുടെ ശരീരാദി ഗുണങ്ങളെയും ദോഷങ്ങളെയും ചിന്തിക്കുന്നു. ഈ ലഗ്നഭാവത്തിൻ്റെ തൊട്ടടുത്ത ഭാവം 2-ാം ഭാവം അഥവാ ധനഭാവമാണ്. ഈ ഭാവം കൊണ്ടാണ് നമ്മുടെ സാമ്പത്തിക നില എങ്ങനെയുള്ളതായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നത്. 2-ാം ഭാവം കൊണ്ട് ധനത്തെ കൂടാതെ മുഖസൗന്ദര്യം, കുടുംബം, വിദ്യാഭ്യാസം, വാക്ക് തുടങ്ങി മറ്റനേകം കാര്യങ്ങളെയും ചിന്തിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് 12 ഭാവങ്ങളും. ഇന്ന് നമുക്ക് ഈ യോഗം മനസ്സിലാക്കുവാൻ അറിഞ്ഞിരിക്കേണ്ടത് 9-ാം ഭാവത്തിൻ്റെയും അതിൻ്റെ അധിപഗ്രഹത്തെയുമാണ്. ലഗ്നരാശി തൊട്ടെണ്ണുമ്പോൾ 9-ാമതായി വരുന്ന ഭാവമാണ് 9-ാം ഭാവം. ഈ ഭാവവും ജാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവമാണ്. കാരണം ജാതകൻ്റെ ഭാഗ്യനിർഭാഗ്യങ്ങളെക്കുറിച്ച് അറിയുന്നത് ഈ ഭാവം കൊണ്ടാണ്. ഇതുകൂടാതെ പിതാവിനെയും ഈശ്വരാനുഗ്രഹത്തെയും മറ്റും ഈ ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. എങ്കിലും പ്രധാനമായി ഈ ഭാവത്തെ ഭാഗ്യഭാവം എന്നാണ് പറയുന്നത്. ഒരാൾ ചിങ്ങം രാശി ഉദിച്ചു നിൽക്കുമ്പോൾ ജനിച്ചുവെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിൻ്റെ ലഗ്നരാശി ചിങ്ങവും ലഗ്നാധിപൻ സൂര്യനും 9-ാം ഭാവം അഥവാ ഭാഗ്യഭാവം മേടം രാശിയും ഭാഗ്യാധിപനായ ഗ്രഹം മേടം രാശിയുടെ അധിപനായ ചൊവ്വയുമായിരിക്കും. ഇതേപോലെ തന്നെ ഓരോരുത്തരുടെയും ഭാഗ്യാധിപനെ കണ്ടെത്താം. രണ്ടാമതായി ഈ യോഗത്തിന് നോക്കേണ്ട ഗ്രഹം വ്യാഴമാണ്. സാധാരണ കളത്രകാരഗ്രഹമെന്ന് പറയുന്നത് ശുക്രനാണെങ്കിൽ കൂടി വ്യാഴത്തിനും ദാമ്പത്യ ജീവിതത്തിൽ സുപ്രധാന പങ്കുണ്ട്.
സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കളത്രകാരഗ്രഹം ശുക്രനാണെങ്കിലും പുരുഷനെ സംബന്ധിച്ചിടത്തോളം കളത്രകാരകത്വം ശുക്രനോടൊപ്പം തന്നെ വ്യാഴത്തിനും നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗുരുശുക്ര പരസ്പര ദൃഷ്ടിദോഷമുള്ള സമയത്ത് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം ഈ കാരഗ്രഹങ്ങൾ അന്യോന്യം എതിർചേരിയിൽ അഥവാ 7-ാം രാശിയിൽ നിൽക്കുമ്പോൾ വിവാഹം കഴിച്ചാൽ ദമ്പതിമാർക്കിടയിൽ പരസ്പര വിരോധം ഉണ്ടാകാം എന്നതുകൊണ്ടാണ് ഈ സമയം വിവാഹം കഴിക്കുവാൻ പാടില്ല എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിൽ ഈ ഗുരുശുക്ര പരസ്പര ദൃഷ്ടിയോഗം പലരും വിവാഹമുഹൂർത്തത്തിന് നോക്കാറില്ല എന്നതാണ് വസ്തുത. വ്യാഴത്തെ ഈ യോഗത്തിൽ പരിഗണിക്കുന്നതിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞു, ഈ യോഗമുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ആദ്യം ഭാഗ്യാധിപൻ അഥവാ 9-ാം ഭാവാധിപൻ ആരാണെന്ന് നോക്കണമെന്ന്. ഭാഗ്യഭാവത്തിനൊപ്പം പ്രാധാന്യം അർഹിക്കുന്ന ഗ്രഹമാണ് വ്യാഴവും. കാരണം ഭാഗ്യഭാവത്തിൻ്റെ കാരകഗ്രഹം വ്യാഴമാണ്. എല്ലാ ഭാവങ്ങൾക്കും ആ ഭാവത്തിൻ്റെ അധിപഗ്രഹത്തോടൊപ്പം തന്നെ ആ ഭാവത്തിൻ്റെ കാരകഗ്രഹത്തിനും പ്രാധാന്യമുണ്ട്. ഏത് ഭാവത്തിൻ്റെ ഫലവും ശരിയായി അനുഭവത്തിൽ വരണമെങ്കിൽ ആ ഭാവാധിപനും ആ ഭാവത്തിൻ്റെ കാരകഗ്രഹത്തിനും ബലവും സുസ്ഥാനസ്ഥിതിയും ഉണ്ടായിരിക്കണം. അതായത് ഇവർക്ക് 6, 8, 12 എന്നീ അനിഷ്ടഭാവങ്ങളിൽ സ്ഥിതിയും ഉണ്ടാകുവാൻ പാടില്ല. എത്രയും ശുഭകരങ്ങളായ ഭാവങ്ങളിലാണോ ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നത് അത്രമാത്രം ശുഭഫലങ്ങളും വർദ്ധിക്കും. ഒരു ജാതകത്തിലെ സുപ്രധാനവും ശുഭകരവുമായ ഭാവങ്ങളാണ് കേന്ദ്ര ത്രികോണ ഭാവങ്ങൾ. കേന്ദ്രഭാവങ്ങളെ വിഷ്ണുഭാവങ്ങളെന്നും ത്രികോണഭാവങ്ങളെ ലക്ഷ്മീഭാവങ്ങളെന്നും പറയുന്നു. കേന്ദ്രഭാവങ്ങൾ എന്ന് പറയുന്നത് ലഗ്നഭാവവും 4-ാം ഭാവവും 7-ാം ഭാവവും 10-ാം ഭാവവുമാണ്. ത്രികോണഭാവങ്ങളെന്ന് പറയുന്നത് ലഗ്നഭാവവും 5-ാം ഭാവവും 9-ാം ഭാവവുമാണ്. ഇവിടെ ലഗ്നഭാവം കേന്ദ്രഭാവവുമാണ്, അതുപോലെ തന്നെ ത്രികോണഭാവവുമാണ്. അതിനാലാണ് ലഗ്നഭാവത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. ഇനി ഇന്നത്തെ യോഗത്തിലേക്ക് കടക്കാം. ഈ യോഗമുണ്ടാകണമെങ്കിൽ സ്ത്രീജാതകത്തിൽ 9-ാം ഭാവാധിപനും വ്യാഴവും കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ നിൽക്കണം. ഒരു ഉദാഹരണം കൊണ്ട് ഇത് വ്യക്തമാക്കാം. ഒരാൾ മകരലഗ്നത്തിൽ ജനിച്ചു എന്ന് വിചാരിക്കുക. മകരലഗ്നത്തിൻ്റെ 9-ാം ഭാവം കന്നിരാശിയാണ്. കന്നിരാശിയുടെ അധിപഗ്രഹമായ ബുധനായിരിക്കും ആ ജാതകയുടെ ഭാഗ്യാധിപനായ ഗ്രഹം. ഈ ഭാഗ്യാധിപനായ ബുധൻ കേന്ദ്രരാശിയായ ലഗ്നരാശിയിൽ നിൽക്കുകയും വ്യാഴം കന്നിയിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജാതകയ്ക്ക് ഈ യോഗം ഉണ്ടായിരിക്കും. കന്നിരാശിക്ക് പകരം വ്യാഴം മറ്റൊരു ത്രികോണഭാവമായ 5-ാം രാശിയായ ഇടവൻ രാശിയിൽ നിന്നാലും ഈ യോഗം ഉണ്ടായിരിക്കും. ഈ യോഗത്തിൻ്റെ ഫലം പറയുന്നത് എന്തെന്നാൽ, സ്ത്രീജാതകത്തിൽ ഇങ്ങനെ 9-ാം ഭാവാധിപനും വ്യാഴവും കേന്ദ്ര ത്രികോണഭാവങ്ങളിൽ നിന്നാൽ ആ സ്ത്രീയുടെ ഭർത്താവ് ദീർഘായുസ്സുള്ളവനും ധനവാനുമായി ഭവിക്കും എന്നാണ്. 9-ാം ഭാവാധിപനും വ്യാഴത്തിനും ഉച്ച സ്വക്ഷേത്രാദികളാൽ എത്രമാത്രം ബലവർധനയുണ്ടാകുന്നുവോ അത്രമാത്രം യോഗഫലവും വർദ്ധിച്ചിരിക്കും. ഇവർ അവരുടെ നീചരാശിയിൽ നിൽക്കുകയോ നവാംശവും ചെയ്യുകയോ ചെയ്താൽ കാര്യമായ ഫലം ലഭിക്കുകയില്ല. ഗ്രഹങ്ങളുടെ ഉച്ചക്ഷേത്രം, മൂലക്ഷേത്രം, സ്വക്ഷേത്രം, നീചക്ഷേത്രം എന്നിവയെക്കുറിച്ചും ദൃഷ്ടികളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനൽ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഈ വീഡിയോകൾ കാണാവുന്നതാണ്. അതേപോലെ തന്നെ 9-ാം ഭാവാധിപനും വ്യാഴത്തിനും പാപഗ്രഹങ്ങളുമായുള്ള യോഗമോ അവരുടെ ദൃഷ്ടിയോ ഉണ്ടാവുകയാണെങ്കിൽ ഈ യോഗഫലത്തിനും കുറവ് വരും. ഈ യോഗഫലം കിട്ടില്ല എന്നല്ല, അതിൽ കുറവ് വരുമെന്നേ ഉള്ളൂ. ഭാര്യയുടെ ജാതകത്തിലും ഭർത്താവിൻ്റെ ജാതകത്തിലും കേമുദ്രമയോഗം പോലെയുള്ള അതികഠിന ദരിദ്രയോഗം ഇല്ലാതിരിക്കുകയും വേണം. ഉണ്ടെങ്കിൽ ഫലത്തിൽ കുറവ് വരും. പ്രിയ പ്രേക്ഷകർ വിവാഹിതരാണെങ്കിൽ അവരവരുടെ ഭാര്യമാരുടെ ജാതകത്തിൽ ഇതേപോലെ 9-ാം ഭാവാധിപനും വ്യാഴവും കേന്ദ്ര ത്രികോണ ഭാവങ്ങളിലാണോ നിൽക്കുന്നതെന്ന് നോക്കുക. അതുപോലെ പെൺമക്കൾ ഉണ്ടെങ്കിൽ അവരുടെ ജാതകത്തിലും ഈ യോഗമുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഈ യോഗഫലം തീർച്ചയായും ലഭിക്കുന്നതാണ്. അപ്പോൾ
ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഈ വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ.